الله الرحمن الرحيم والفجر وليال النشر والشفع والوتر والليل إذا يسر هل في ذلك قسم الذي هجر والفجر പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ നശ്ർ 10 രാവുകൾ തന്നെയാണ് സത്യം. 10 രാത്രികളെ കുറിച്ച് സത്യം ചെയ്തിരിക്കുകയാണ്. നമ്മളിത് കുറെ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തവരാണ്. വീണ്ടും ഇത് ആവർത്തിച്ചു വരുമ്പോൾ വീണ്ടും നമ്മൾക്ക് ഉത്ബോധനം ആവശ്യമായി വരികയാണ്. ഈ 10 ദിനരാത്രങ്ങളെ മഹത്വങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ഒന്നുകൂടി പഠിച്ച് നമ്മൾ ഒരുപാട് അകലെ നിൽക്കുന്ന ഈ മാസത്തിൽ നന്മ കൊണ്ട് ധന്യരാവാൻ നമുക്ക് സാധ്യമാവാൻ ഓർമ്മപ്പെടുത്തലുകൾ അത്യാവശ്യമാണ്. ഓർമ്മപ്പെടുത്താനാണ് നമ്മളോട് പറയുന്നത്. ഓർമ്മയില്ലാതെ അറിയാത്തതിൻ്റെ പേരിൽ ഞാനത് അറിഞ്ഞില്ലല്ലോ എന്നതിൻ്റെ പേരിൽ അത് ഒഴിവാവണ്ട. അതുകൊണ്ടാണ് പറയുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പ്രാധാന്യം ഇതിന് നൽകിയിട്ടുണ്ട്. ഈ 10 രാത്രികൾക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായ ചില രീതികളും പ്രത്യേകമായ ചില നിയമങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായും നമ്മളൊക്കെ ഉളിഹത്ത് ഇറക്കുന്ന ആളുകളാണ്. അധികം ആളുകളും ഉളിഹത്ത് ഇറക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് ഈ ദുൽഹിജ്ജ മാസത്തിൽ വരുന്നതെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, قال رسول الله إذا رأيتم هلال ذي الحجة وأراد أحدكم أن يضحي فليمسك عن شعره وأظفاره. ഇത് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഉദ്ഹിജ്ജ തറക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളുകൾക്ക് ഈ വിശുദ്ധമായ മാസം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പുണ്യ നബി പഠിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ റഅയ്തും ഹിലാല ദിൽ ഹജ്ജ, ദുൽഹിജ്ജ മാസത്തിന്റെ ചന്ദ്രൻ നിങ്ങൾ കണ്ടാൽ, വഅറാദ അഹദുക്കും, നിങ്ങൾ ഒരാൾ ഉദ്ദേശിക്കുകയും ചെയ്താൽ ഉദ്ഹിജ്ജ തറക്കാൻ കരുതിയിട്ടുമുണ്ടെങ്കിൽ ഫൽയുംസിക്, അവൻ പിടിക്കട്ടെ, അൻഷാരി പിടിച്ചു നിൽക്കട്ടെ, അൻഷാരിഹി വഅദ്ഫാരി, അവന്റെ മുടിയും അവന്റെ നഖവും ഒക്കെ തൊട്ടവൻ പിടിച്ചു നിൽക്കട്ടെ എന്ന് പറഞ്ഞത് ഈ ദുൽഹിജ്ജ മാസത്തിന്റെ തുടക്കം മുതൽ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഉദ്ഹിജ്ജ തറക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ നഖവും മുടിയും മുറിക്കരുത് എന്നാണ്. എന്ന് വച്ചാൽ തിങ്കളാഴ്ചയോടുകൂടി ഇങ്ങനെ അറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, ഇതിന് നിയ്യത്ത് ചെയ്ത ആളുകൾ, സുന്നത്താണെങ്കിലും നേർച്ചയാണെങ്കിലും അതിന് ഉദ്ദേശിച്ച ആളുകൾ നഖം എടുക്കരുത്, മുടിയെടുക്കരുത് പറഞ്ഞു തരുന്നത് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് ഈ മാസം ഉദിച്ചാൽ ഈ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് വരുന്നതിൻ്റെ മുമ്പ് നമ്മളത് മനസ്സിലാക്കുമ്പോഴേ അത് കടക്കുമ്പോൾ നമുക്കത് പ്രാവർത്തികമാക്കാൻ സാധ്യമാകൂ എന്നുള്ളത് കൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് മുമ്പേ ഈ വിഷയം പ്രിയമുള്ള സഹോദരൻ മുമ്പിലേക്ക് ഞാൻ വെക്കുന്നത്. തന്നെയുമല്ല, ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത് മർമ്മപ്രധാനമായ കർമ്മമാണ്. നമ്മളൊക്കെ പങ്കാളികളാവേണ്ടവരാണ്. ഈ ഉദ്ഹിയ്യത്ത് മൃഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ നമ്മൾ അറക്കുന്ന മൃഗങ്ങളെ നമ്മൾ വളർത്തി സത്യത്തിൽ അതിന് വെള്ളം കൊടുത്ത് ഈ ഒരു രീതിയിലാണ് നമ്മൾ പരിപാലിക്കേണ്ടത്. പക്ഷെ അതൊക്കെ മാറി, കാലങ്ങൾ മാറി, നമ്മൾ ഉദയത്തിൻ്റെ മൃഗത്തെ പോലും നമ്മൾ കാണാത്ത അവസ്ഥയുള്ളത്. നമ്മൾ പഴയ കാലങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ശരിക്ക് പരിപാലിച്ച് വെള്ളം കൊടുത്ത് കുളിപ്പിച്ച് ഓരോ ദിവസവും പരിപാലിച്ചുകൊണ്ട് ഒരു സ്നേഹബന്ധം ഉണ്ടാക്കിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നതൊക്കെ മാറി. ഉദ്ഹിയ്യത്ത് അറുക്കാൻ പല ആളുകൾക്കും വീട്ടിലൊന്നും കൊണ്ടുപോയി പൊട്ടി കെട്ടാനും നോക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയുള്ളത്. ഇങ്ങനെയൊക്കെ വന്ന് പാൽ മാറിയപ്പോഴേ അവർ ഒന്നിച്ചു അറുക്കുകയും അങ്ങനെ ഈ മൃഗങ്ങളെ കൊണ്ടുവന്ന് അറിവിൻ്റെ സമയത്ത് മാത്രമാണ് നമ്മളൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. വേണ്ടത് നമ്മളൊക്കെ കഴിയുമെങ്കിൽ നമ്മുടെ വീടുകളിൽ ആ മൃഗങ്ങളെ കൊണ്ടുവന്ന് വളർത്തി നല്ല സ്നേഹബന്ധം പുലർത്തലാണ്. ഇങ്ങനെ ആയിരിക്കണം അറുക്കേണ്ടത്. അറുക്കുമ്പോൾ ഒരു സ്നേഹബന്ധം, ഈ മൃഗവുമായി ഒരു ബന്ധം സ്ഥാപിക്കണം എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തന്നെയുമല്ല, മറ്റൊരു കാര്യം, ദുൽഹിജ്ജ മാസം ഉദിക്കുന്നതോടുകൂടി മൃഗങ്ങൾ അറുക്കുന്നവനും മറുക്കാത്തവനും ഉദ്ഹിയ്യത്ത് അറുക്കുന്നവനെ മുടിമുറിക്കലും നഖമുറിക്കലും മോശമുള്ളുവെങ്കിൽ ഏതൊരാളും മൃഗത്തിന്റെ ശബ്ദം കേട്ടാൽ, ഒരു മൃഗം കരയുന്ന ശബ്ദം കേട്ടാൽ അവൻ അല്ലാഹു അക്ബർ എന്ന് പറയണമെന്നും പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. നോക്കൂ, നിങ്ങൾ ആടിൻ്റെതാണെങ്കിലും ഒട്ടകത്തിന്റെ കരച്ചിലാണെങ്കിലും അല്ലെങ്കിൽ പശുവോ ആട് മാട് ഒട്ടകങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ കരച്ചില് കേട്ടാൽ അല്ലാഹു അക്ബർ എന്ന് പറയണം.
ദുൽഹജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഈ 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞ 10 ദിനരാത്രങ്ങളിൽ ഈ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ നമ്മളോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. തന്നെയുമല്ല എന്നുള്ള സൂറ അത് 1 മുതൽ അത് 10 വരെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകമായി ഓതുന്ന ഏർപ്പാട് മുൻഗാമികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ ദിവസവും ഈ സൂറ ഓതാനും നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് സന്ദർഭോചിതമാകും എന്നുള്ളൊരു ചിന്തയിലെങ്കിലും ഈ സൂറ നമ്മൾ ഓരോ ദിവസവും ഓതണം. മറ്റൊന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രണ്ടുപേരും യഖ്റുജാനി ഇല സൂഖി ഫീ അയ്യാമിൽ അശ്ർ ഈ 10 രാവുകളിൽ 10 ദിനരാത്രങ്ങളിൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങാടിയിലേക്ക് ഇറങ്ങും. യഖ്റുജാനി ഇല സൂഖ് അവർ അങ്ങാടിയിലേക്ക് ഇറങ്ങും. ഫീ അയ്യാമിൽ അശ്ർ യുകബ്ബിറാനി അവർ തക്ബീർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങാടിയിലൂടെ സഞ്ചരിക്കുന്നത്. വയകബ്ബിറുൻ നാസു ബിതക്ബീരിഹിമാ അവരുടെ തക്ബീർ കേട്ട് ആളുകളും തക്ബീർ ചൊല്ലുമായിരുന്നു. കാരണം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത്തിറു ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീർ. ഇത് ഈ ദിനരാത്രങ്ങൾ പ്രത്യേകമായി നമ്മൾ ചെയ്യേണ്ടതാണ്. അക്തിറു ഫീഹിൻ ഈ ദിനരാത്രങ്ങൾ നിങ്ങൾ അമിതമാക്കണം, അധികമാക്കണം. മിനത് തഹ്ലീലി ആ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ലീൽ നിങ്ങൾ അധികമാക്കണം. വത്തക്ബീരി അല്ലാഹു അക്ബർ വത്തഹ്മീദ് അൽഹംദുലില്ലാഹ്. ഇത് നിങ്ങൾ പ്രത്യേകമായി അധികമാക്കണമെന്ന് പഠിപ്പിച്ച ദിവസങ്ങളാണ് നമുക്ക് വരാനിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ അങ്ങനെ ഇത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. ഇപ്പൊ നമ്മൾ ഇത് അറിഞ്ഞു. ഇനി നമ്മുടെ ജീവിതത്തിൽ അത് ഓർമ്മയോടെ ചെയ്യാൻ കൂടിയാണ് ഈ അവസാനത്തെ ദുൽഖഅദിന്റെ ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇനി മറ്റൊന്ന് കാണാം. മഹദിയായ ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് വഅൻ അസ്വാജി വഅലി അസ്വാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദിൽഹിജ്ജ വയൗമ അശൂറാ വസലാസത അയ്യാമിൻ മിൻ ശഹർ. നോമ്പ് വലിയ പ്രാധാന്യം നൽകിയ മാസമാണ് ഈ ശവ്വാൽ ഈ കാണുന്ന ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ ദിവസങ്ങൾ എന്ന് പറയുന്നത്. കാന റസൂലുള്ളാഹ് മഹാനായ നബിയായിരുന്നു യസൂമു 9 ദിൽഹിജ്ജ ദുൽഹിജ്ജ 9 ദിവസങ്ങളിലും 10 പെരുന്നാളാണല്ലോ അന്ന് ഹറാമാണ് എന്ന് പറഞ്ഞാൽ അശ്റ ദിൽഹിജ്ജ എന്നുള്ള ചില പ്രയോഗങ്ങൾ അത് മികപ്പിച്ച് തകലീമായിട്ട് പറഞ്ഞതാണ്. 10 നോൽക്കൽ ഹറാമാണ്. അപ്പൊ 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ 9 വരെയുള്ള നോമ്പ് നോക്കൽ അത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കുറെ ചെയ്തിരുന്നു. പിന്നെയോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള പല ദിവസങ്ങളും നോമ്പ് നോറ്റിരുന്നു. ഞാൻ എന്നോട് പറയുന്നത്, എൻ്റെ വിശ്വാസികളോട് പറയുന്നത്, നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടി നന്മ ചെയ്യാനും നന്മയിൽ പങ്കാളിത്തം വരാനും അറിയാത്ത കാര്യങ്ങൾ അറിയാനും അത് പഠിക്കാനും അങ്ങനെ ചെയ്യാനുമാണ്. ദുൽഹിജ്ജ 1 എന്നാണോ തിങ്കളാഴ്ചയാണെങ്കിൽ അന്ന് മുതൽ 9 അന്ന് വരെയുള്ള അറഫ നോമ്പ് വരെയുള്ള നോമ്പ് നിങ്ങൾക്ക് നോൽക്കാൻ കഴിയുമെങ്കിൽ, നമുക്ക് നോൽക്കാൻ കഴിയുമെങ്കിൽ അത് നോക്കാനുള്ള പ്രത്യേകമായ താല്പര്യം നമ്മൾ കാണിക്കണം. എന്തുകൊണ്ടെന്നറിയോ? ഈ കാണുന്ന ദിവസങ്ങൾ നമുക്ക് തക്ബീർ ചൊല്ലി നടക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. മറ്റുള്ള നിസ്കാരത്തിൽ എങ്ങനെ മുഴിയാൻ സാധിച്ചോളണമെന്നില്ല. പക്ഷേ നോമ്പിന് ഇതൊന്നും തടസ്സമല്ല. അവന്റെ എല്ലാ പണികളും ചെയ്യാം. അവന് വേണമെങ്കിൽ ഉറങ്ങാം, അവന് വേണമെങ്കിൽ യാത്ര ചെയ്യാം, എന്തുമാവാം. പക്ഷേ നോമ്പെന്ന് പറയുന്നൊരു പുണ്യകർമ്മവുമായി അവന്റെ 10 ദിനരാത്രങ്ങൾ 9ഓളം ദിവസങ്ങളിൽ അവന്റെ ജീവിതത്തിൽ അവൻ ഇതിന് തയ്യാറാവുകയാണെങ്കിൽ ഏറ്റവും വലിയ പുണ്യമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു ദാലിക്കൽ യൗമ വജ്ഹുഹു ലിന്നാരി സബീന ഖരീഫ. നോമ്പ് ഈ നോമ്പ് മാത്രമല്ല, ഏത് നോമ്പുകളാണെങ്കിലും ആ നോമ്പ് നോറ്റാൽ അള്ളാഹു അവന്റെ തടി നരകത്തിൽ നിന്ന് ദൂരെയാക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. കാരണം എന്താണ്? ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള നോമ്പ് നോൽക്കുമ്പോൾ അവന്റെ തടി നരകത്തിൽ നിന്ന് മോചിതമാകുമെങ്കിൽ
അത് അവൻ ചെയ്യേണ്ടതാണ്, അവൻ അത് അവന്റെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണത്. തന്നെയുമല്ല, ഇതൊരു നന്ദിയും കൂടിയാവണം. നമ്മളിത് പലപ്പോഴും ഓർമ്മിപ്പിക്കുക, ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വർഷത്തിന്റെ അവസാനത്തെ മാസമാണ്. അവസാനം ഇതുവരെ നമ്മളെ ജീവിപ്പിച്ച പടച്ച തമ്പുരാന് നന്ദി രേഖപ്പെടുത്താൻ കൂടിയുള്ള സന്ദർഭമാണിത്. എന്തെല്ലാം നമ്മൾ കണ്ടു, ആരൊക്കെ നമ്മൾ കണ്ടു, ഏതെല്ലാം ഭരണാധിപന്മാർ മാറി മാറി ഈ ഒരു വർഷത്തിനിടയിൽ വന്നു. ഈ അവസാനം വെച്ചും നമ്മുടെ സംസ്ഥാനത്ത് ഭരണമാറ്റം സംഭവിക്കുകയും പുതിയ പുതിയ ആളുകൾ മന്ത്രിമാരാവുകയും ചെയ്യുകയാണ്. രാജ്യത്ത്, ലോകത്ത് ദൈനംദിനമായി വർഷാവർഷം ഓരോരോ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. കഴിഞ്ഞ വർഷമില്ലാത്ത പല ആളുകൾ നമ്മളെ പള്ളിക്കാട്ടിൽ വന്ന് ഇടം തേടിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ആരോഗ്യത്തോടെ നടന്ന പലരും ഈ വർഷമായപ്പോഴേക്കിന് ആരോഗ്യം നഷ്ടപ്പെട്ടവരായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പല സംഭവ വികാസങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നന്ദി 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 എന്നുള്ള ഒരു വാക്ക് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഏതൊരു യോഗത്തിൻ്റെയും അവസാനം നന്ദി പറയാറുണ്ട്. അല്ലെങ്കിൽ നന്ദി ചെയ്ത വോട്ടർമാരോട് നന്ദി ചെയ്യാറുണ്ട്, നന്മ ചെയ്ത ആളുകൾക്ക് നന്ദി പറയാറുണ്ട്. ഇതൊരു മനുഷ്യന്റെ സ്വാഭാവികമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാണ്, സ്വാഭാവികമായി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വോട്ടർമാർക്ക് നന്ദി പറയാൻ വേണ്ടി ജയിച്ച സ്ഥാനാർത്ഥികൾ നടക്കുന്നത് എന്താ കാര്യം? അവരോട് നന്ദി പറയണം. എന്നാൽ പിന്നെ 11 മാസക്കാലം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ അതൊക്കെ നമുക്ക് തരണം ചെയ്യാനുള്ള പ്രാപ്തി നൽകി ഒരു വർഷക്കാലം നമുക്ക് ആയുരാരോഗ്യം എന്ന പടച്ച തമ്പുരാനോട് ഈ യോഗം അവസാനിക്കുന്നത് പോലെ ഈ വർഷം അവസാനിക്കുന്ന നാളെയിൽ അവന് നന്ദി എന്നുള്ള രീതിയിലെങ്കിലും ഒരു 10 ദിവസത്തെ നോമ്പ് നോൽക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. നോമ്പെന്ന് പറയുന്നത് വലിയ പുണ്യമുള്ളതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്നാണ്. ഞാനാണ് നോമ്പിന് പ്രതിഫലം നൽകുന്നത്. ഞാനാണ് എന്ന് പറഞ്ഞാൽ വലിയ പുണ്യം. ഒരൊറ്റ കർമ്മങ്ങളും പടച്ചവൻ മാത്രമല്ലാതെ പടപ്പുകളെ കാണിക്കാതെ ചെയ്യാൻ കഴിയില്ല. ഏറ്റവും വലിയ ആരാധനയായ നമസ്കാരം എല്ലാവരും കാണുന്നുണ്ട്, ഹജ്ജ് കാണുന്നുണ്ട്, സക്കാത്ത് കാണുന്നുണ്ട്. പക്ഷെ നോമ്പ് കാണാൻ ഒരാൾക്കും കഴിയാത്തത് കൊണ്ട് അതിന്റെ പവർ കൂടുകയാണ്. ഇത്ര പവർ കൂടിയ ഒരു ആരാധന എന്ന് പറയുന്നത് സുബഹി മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയാണ്. ഇത്രയും നീണ്ട ഇബാദത്ത് ചെയ്യാൻ ഈ ഒരു 11 മാസക്കാലം നമുക്ക് തമ്പുരാൻ ആരോഗ്യം തന്നെങ്കിൽ ആ ആരോഗ്യം അല്ലാഹുവേ നിനക്ക് നന്ദി എന്ന് പറയാൻ ആരോഗ്യമാരായ നമ്മൾ ഈ നോമ്പ് നോൽക്കാനും തയ്യാറാവണം. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അതുകൊണ്ട് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റൊന്ന് മഹദിയായ ഹഫ്സ ബീവി പറയാൻ ഖംസുൻ ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദഉഹുന്ന സിയാമ യൗമി ആശൂറ വഅശറ ദിൽഹിജ്ജ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർച്ചയായി നോമ്പ് നോൽക്കുന്ന കുറേ മാസങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ദിൽഹിജ്ജ് മാസത്തിലെ 10 ദിനങ്ങൾ അന്ന് നോമ്പ് നോക്കും എന്ന്. തന്നെയുമല്ല, മഹാനായ സഅദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു താബിഈങ്ങൾ പ്രമുഖനാണ്. അദ്ദേഹം പറയാറുണ്ട്, ലാ തത്ഫിഉ സുർജകും ലയാലിൽ അശ്ർ, ലാ തത്ഫിഉ സുർജകും, നിങ്ങൾ നിങ്ങളുടെ വിളക്കുകൾ ഊതരുതേ, നിങ്ങളെ വിളക്കുകൾ നിങ്ങൾ കെടുത്തരുതേ. ലയാലിൽ അശ്ർ, ഈ 10 ദിനരാത്രങ്ങളിൽ വിളക്ക് കെടുത്തരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാനായ പറയാറുണ്ട്. എന്താ കാര്യം? നിങ്ങൾ വിളക്ക് കെടുത്തരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? രാത്രികൾ നിങ്ങൾ ആ രാത്രി ഹയാത്താക്കാനുള്ള ശ്രമം നടത്തണം എന്ന് പറഞ്ഞാൽ